പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി 2 ലക്ഷം രൂപ കിട്ടിയ സന്തോഷത്തിൽ പത്മയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി സൂര്യയോടൊപ്പം പോവുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്താണ് സൂര്യക്ക് മനോജ് വിളിക്കാണ്. അപ്പോൾ സൂര്യയുടെ ഫോണാണെങ്കിൽ ബ്ലൂടൂത്ത് വഴി കാറിലേക്ക് കണക്ട് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ സൂര്യ മനോജിൻ്റെ നമ്പർ ആണെന്നുള്ളത് നോക്കാതെ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സൂര്യ ഹലോ എന്ന് പറഞ്ഞതോടുകൂടി മനോജ് തിരിച്ച് ഇങ്ങോട്ട് പറയാണ്, അല്ല സൂര്യ സാർ, നിങ്ങളുടെ ഭാര്യ എനിക്ക് പലിശയായി കൊണ്ടുവന്നാൽ ഞാൻ അതെന്താണ് ചെയ്യേണ്ടത്, അത് ഞാൻ വാങ്ങണോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പെട്ടെന്ന് സൂര്യ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ സൂര്യ പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ മനോജിൻ്റെ ഫോൺ അങ്ങ് കട്ടാക്കുകയാണ്. അതോടുകൂടി നന്ദിനിക്ക് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ എനിക്ക് തന്ന 2 ലക്ഷം രൂപ മനോജിനെ മുൻനിർത്തി സൂര്യ സാറാണ് എനിക്ക് 2 ലക്ഷം രൂപ തന്നത് എന്നുള്ള കാര്യം നന്ദിനിക്ക് മനസ്സിലാവുകയാണ്. അതോടുകൂടി നന്ദിനി സൂര്യയോട് കാറ് നിർത്താൻ പറയാണ്. അപ്പോൾ നന്ദിനി എന്തിനാണ് കാറ് നിർത്തുന്നത് എന്ന് ചോദിക്കുക. സൂര്യ സാറിനോടല്ലേ പറഞ്ഞത് കാറ് നിർത്ത് എന്ന് പറയാണ്. അങ്ങനെ കാറ് നിർത്തിയ ശേഷം നന്ദിനി ആ പൈസ സൂര്യയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ നിങ്ങൾ തന്ന 2 ലക്ഷം രൂപ, ഇത് വേണ്ട, ഇതിനല്ല ഞാൻ പത്മ മാഡത്തിന് 2 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ളത് പറഞ്ഞത്. സൂര്യ സാറ് തന്നാൽ പിന്നെ പത്മ മാഡത്തിൻ്റെ പണവും ഈ പണവും തമ്മിൽ ഒരേപോലെയല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. എൻ്റെ അനിയത്തിയെ അവിടെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പൈസ തിരിച്ച് പത്മ മാഡത്തിന് തന്നെ കൊടുക്കും എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, എന്താണ് നന്ദിനി നീ ഈ പറയുന്നത്? നീയല്ലല്ലോ ആ പൈസ കൊടുത്തത്, നീ പോലും അറിയാതെയല്ലേ ആ പൈസ അവിടെ എത്തിയത്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ അത് സീരിയസ് ആയി എടുക്കുന്നത് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല സൂര്യ സാർ, പക്ഷേ പത്മ മാഡം ഇനി പറയാൻ പോകുന്നത് എൻ്റെ അനിയത്തി പഠിച്ച് ഒരു വലിയ നിലയിൽ എത്തുമ്പോഴും ഞാൻ കട്ടെടുത്ത പണം കൊണ്ട് പഠിപ്പിച്ചിട്ടാണ് അവൾ ഈ നിലയിലെത്തി എന്ന് പറഞ്ഞുള്ള കുത്തുവാക്കുകളായിരിക്കും. എനിക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അറിയാതെയാണ് ആ 2 ലക്ഷം രൂപ എൻ്റെ പ്രിയങ്കയ്ക്ക് അവിടെ ഡൊണേഷനായി കൊടുത്തതെങ്കിൽ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് ഞാൻ തിരിച്ച് പത്മ മാഡത്തിന് തന്നെ കൊടുക്കും, അല്ലാതെ എനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയുടെ കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം നന്ദിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സൂര്യ ഒരുപാട് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദിനി അത് കേൾക്കുന്നില്ല. അങ്ങനെ സൂര്യയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെയാണ് സൂര്യ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സൂര്യ നേരെ വീട്ടിലെത്തിയ ശേഷം യതീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അയാൾ അറിയാതെ ഞാൻ 2 ലക്ഷം രൂപ മനോജ് വഴി ഞാൻ അവളുടെ എത്തിച്ചതാണ്, പലിശക്കാരനാണെന്നാണ് അവൾ കരുതിയത്. അങ്ങനെയാണ് ആ പൈസ അവൾ വാങ്ങിയത്, മാസം മാസം ഇൻട്രസ്റ്റ് കൊടുക്കാം, അങ്ങനെയൊക്കെ മനോജിനെ കൊണ്ട് പറയിപ്പിച്ച ശേഷമാണ് ആ പൈസ നന്ദിനി വാങ്ങിയത്. പക്ഷേ എല്ലാം ഒരു നിമിഷത്തേക്ക് കുളമായി ഡാഡി എന്ന് പറയുമ്പോൾ, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ മനോജ് എൻ്റെ ഫോണിലേക്ക് വിളിച്ച സമയത്ത് എൻ്റെ ഫോണാണെങ്കിൽ കാറിൽ കണക്റ്റായി വെച്ചിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ നമ്പർ നോക്കാതെ അത് എടുക്കുകയും ചെയ്തു. അതോടുകൂടി നന്ദിനി എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ചെയ്ത് അതാണിപ്പോൾ ഉണ്ടായത് എന്ന് പറയുമ്പോൾ, സാരമില്ല നീ അത് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല അച്ഛാ, ഇനി അയാൾ എവിടെ പോയിട്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കും? ഞാൻ കൊടുത്താൽ ഒരിക്കലും വാങ്ങില്ല, അച്ഛൻ കൊടുത്താലും വാങ്ങില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയാൾ പൈസ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ എന്ന് പറയുമ്പോൾ, സൂര്യ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നന്ദിനി ഉറപ്പായും ഈ വീട്ടിലേക്ക് തന്നെ വരും, നീ ഒന്നുകൊണ്ടും വിഷമിക്കാതിരിക്കുക. നന്ദിനി മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കി അവൾ പത്മയ്ക്ക് കൊടുക്കും, എന്നിട്ടാണ് ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തു എന്നല്ലേ പറഞ്ഞത്. നന്ദിനി പറഞ്ഞതുപോലെ തന്നെ ചെയ്യും, എത്രയും പെട്ടെന്ന് നന്ദിനി ഈ വീട്ടിലേക്ക് തന്നെ വരും. സൂര്യ നീ വെറുതെ ടെൻഷൻ ആവില്ലേ എന്നൊക്കെ പറഞ്ഞ് യതീന്ദ്രൻ സൂര്യയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ നന്ദിനി തിരിച്ചു വരുന്നത് കാണുമ്പോൾ അച്ഛനും മുത്തശ്ശിയും അനിയത്തിമാരും എന്താ ചേച്ചി പെട്ടെന്ന് ഇവിടേക്ക് തന്നെ വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവർ നോക്കുന്നത്. അപ്പോൾ നന്ദിനി നല്ല ടെൻഷനിലാണ് വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാവാണ്. അപ്പോൾ എന്താണ് ചേച്ചി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. മനോജിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടതും ആ 2 ലക്ഷം രൂപ സൂര്യ സാറാണ് എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി സൂര്യ സാറാണ് ഇത് കൊടുത്തു വിട്ടത്. സൂര്യ സാറിന് അറിയുന്നതല്ലേ, പിന്നെ എന്തിനാണ് സൂര്യ സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ സുദേവൻ പറയാണ്, മോളെ നീ സൂര്യയെ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യ മനോജിനെ വെച്ച് 2 ലക്ഷം രൂപ നിനക്ക് കൊണ്ടു തന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നീ സൂര്യയുടെ പണം ഒരിക്കലും വാങ്ങില്ല എന്ന് സൂര്യയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് നല്ല ഉദ്ദേശത്തിലാണ് സൂര്യ അങ്ങനെ ചെയ്തത്. നീ വെറുതെ സൂര്യയെ തെറ്റിദ്ധരിക്കേണ്ട. എന്നിട്ട് നീ ആ പണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാനത് സൂര്യ സാറിന് തന്നെ തിരിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാതെ, ആ 2 ലക്ഷം രൂപ പത്മ മേഡത്തിന് കൊടുക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് പ്രശാന്ത് വരുന്നത്. അങ്ങനെ പ്രശാന്ത് നല്ല സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് പ്രശാന്തിനെ കണ്ടപ്പോൾ എന്താണ് അവ ഇത്ര സന്തോഷത്തിൽ പ്രശാന്ത് വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് മുത്തശ്ശിയും പ്രിയങ്കയും
കാർത്തികയും സുദേവനും നന്ദിനിയും ഒക്കെ നോക്കുന്നത്. എന്നിട്ട് സുദേവൻ പറയണേ, എനിക്കൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത്. മാമനൊരു ജോലി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനൊരു സെക്യൂരിറ്റി ഓഫീസിൽ മാമനെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ മാമൻ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. നാളെ തന്നെ ആ ജോലിയിൽ കയറണം. കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ പ്രശാന്ത് ചോദിക്കാൻ, നന്ദിനി എനിക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി. പ്രശാന്ത് ഏട്ടനും സെക്യൂരിറ്റി ആയിട്ടല്ലേ ജോലിയൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ പ്രശാന്ത് പറയണ, ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മാവൻ്റെ ശ്രദ്ധിച്ചുകൊണ്ട്, പക്ഷേ നന്ദിനി ഒരു കാര്യമുണ്ട്, ഒരു സ്ഥലത്ത് 2 സെക്യൂരിറ്റികളെ നിർത്തില്ല. അമ്മാവന് മറ്റെവിടെയെങ്കിലും ആവും ജോലി ചെയ്യേണ്ടി വരിക. ഒന്നല്ലെങ്കിൽ ഫാക്ടറിയിലോ അല്ലെങ്കിൽ കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും ആവും അവർ ജോലിക്ക് നിയമിക്കുക. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല എന്ന് പറയട്ടോ. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, അല്ല സെക്യൂരിറ്റി പണിയാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ എന്താവും അച്ഛനുണ്ടാവുക ജോലി എന്ന് പറയുമ്പോൾ എന്താ കാർത്തിക ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്? മുതലാളി വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നു കൊടുക്കണം, അവർ പുറത്തു പോകുന്ന സമയത്ത് ഗേറ്റ് അടയ്ക്കണം, അത്ര തന്നെ. പിന്നെ അവരെ കാണുന്ന സമയത്ത് ഒന്ന് സല്യൂട്ട് ചെയ്യണം, അത്രയാണ് ഈ സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ ഭാരമുള്ള ജോലിയൊന്നുമല്ല. നാളെ തന്നെ അമ്മാവൻ റെഡിയായി നിൽക്ക്, നമുക്ക് പോവാം. സെക്യൂരിറ്റി ജോലിയെങ്കിൽ ആദ്യം ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ പറയുന്ന സ്ഥലത്തേക്ക് അമ്മാവനെ അവർ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പറഞ്ഞു വിടും എന്ന് പറയട്ടെ. അപ്പം മുത്തശ്ശി പറയണ, കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊരു വാതിൽ ദൈവം തന്നെ തുറന്നു തരും. ഇനി മുതൽ നമുക്ക് നല്ല കാലം വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പിന്നെ സന്തോഷത്തോടു കൂടി സംസാരിച്ച ശേഷം പ്രശാന്ത് അവിടെ നിന്ന് പോവാണ്. പിന്നീട് സൂര്യയുടെ വീട്ടിൽ എല്ലാവരും സൂര്യ പറഞ്ഞ സമയത്ത് തന്നെ പൈസയുമായിട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം പത്മയ്ക്ക് മനസ്സിലായത് കൊണ്ട് പത്മ നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ്. അങ്ങനെ ഗുലാബ് ജാമൊക്കെ പത്മ ഓർഡർ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പത്മയും മക്കളൊക്കെ കൂടിയിട്ട് ഗുലാബ് ജാം കഴിക്കുകയാണ്. അപ്പോൾ പത്മയോട് ഇന്ദ്രജ ചോദിക്കുകയാണ്, അല്ല അമ്മേ എന്താണ് വിശേഷം, ഇന്നൊരു മധുരമൊക്കെ ഉണ്ടല്ലോ, ഇതിവിടെ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയണ, അല്ല ഇതിവിടെ ഉണ്ടാക്കിയതല്ല, ഞാൻ പുറത്തു നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ ഗുലാബ് ജാം. അപ്പോൾ വേദ ചോദിക്കുകയാണ്, അതെന്താ അമ്മേ പെട്ടെന്ന് ഒരു ഗുലാബ് ജാം ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തിയത്, എന്താ ഇത്രയ്ക്ക് സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ വിജയം പറയണ, അത് നിനക്ക് മനസ്സിലായില്ലേ വേദേ, നന്ദിനി പുറത്തു പോയതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ അമ്മ ആഘോഷിക്കുന്നത്. വിജയൻ അത് പറഞ്ഞപ്പോൾ പത്മ അങ്ങ് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ വേദ പറയണ, ആ സന്തോഷം എനിക്കുമുണ്ട്, ഇനി ഒരിക്കലും അവൾക്ക് ഈ വീട്ടിൽ കാലെടുത്ത് കുത്താൻ കഴിയില്ല. ഇല്ലല്ലോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ വിജയൻ പറയണ, എങ്ങനെ സാധിക്കും, 2 ലക്ഷം രൂപയൊക്കെ നന്ദിനി എങ്ങനെ ഉണ്ടാക്കാനാണ്, അവളെ കൊണ്ടൊന്നും ഒരിക്കലും ആ ഒരു തുക ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ പത്മ പറയണ, ഇല്ല അവൾക്ക് ഒരിക്കലും ഇനി ഈ വീട്ടിൽ കാലെടുത്ത് കുത്താൻ കഴിയില്ല. അവളിങ്ങനെ വീരവാദം മുഴക്കിയല്ലോ, 2 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തന്നാലാണ് ഇനി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തു എന്ന്. പക്ഷേ അവൾക്ക് തന്നെ ഇനി അത് തിരിച്ചടിയാവും. അതിന് ആരാണ് അവൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത്, അവൾ ഇവിടേക്ക് വരുന്നത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വേദ പറയണ, അമ്മയുടെ ബുദ്ധി അപാരം തന്നെയാണ്. നാട്ടിൽ ജീവിച്ചിരുന്ന അവളുടെ അച്ഛനെയും മുത്തശ്ശിയെയും അനിയത്തിമാരെയും ബുദ്ധിപൂർവ്വം ഇവിടേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞ് അവളെയും സമയത്ത് തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി. ഓ പത്മ പറയണ, ഇല്ല വേദ, ഞാൻ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അവൾ തന്നെയാണ് എല്ലാം ചെയ്തത്. അവൾ ഈ വീട്ടിലുള്ള പണം മോഷ്ടിച്ച് അവൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്ദ്രജ പറയണ, അമ്മേ ഇതിലൊരു പ്രശ്നമുണ്ട്, അവളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ അവളുടെ വീട് ഇപ്പോൾ തൊട്ടടുത്തായതുകൊണ്ട് അവൾ അവിടേക്ക് ഓടിപ്പോവും. അതിൻ്റെ തൊട്ടു പുറകെ ആയിട്ട് നമ്മുടെ സൂര്യയും അവളുടെ വീട്ടിലേക്ക് പോവും. അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ അമ്മേ എന്ന് പറയുമ്പോൾ പത്മ, അത് ശരിയാണ് ഇന്ദ്രജ പറഞ്ഞത് എന്നുള്ള ഭാവത്തിലിരിക്കേണ്ടോ. അപ്പോൾ വിജയൻ പറയണ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത് പോലെ സൂര്യയും നന്ദിനിയുടെ വീട്ടിൽ തന്നെ താമസം തുടരും. വിജയൻ അത് പറഞ്ഞപ്പോൾ ഇന്ദ്രജയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ദ്രജ ദേഷ്യത്തിൽ വിജയനോട് പറഞ്ഞു, നിങ്ങളോടൊന്നും മിണ്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പത്മ പറയണേ, ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കുന്നത്, ഞാനിപ്പോൾ അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സന്തോഷമാണ് ആഘോഷിക്കുന്നത്, നിങ്ങൾ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അങ്ങനെ അവർ 4 പേരും കൂടി സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോഴാണ് സൂര്യ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സൂര്യയെ കണ്ടപ്പോൾ ഇന്ദ്രജ പറയണ, സൂര്യ ഇവിടേക്ക് വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഗുലാബ് ജാം കഴിക്കാം എന്ന് പറയുമ്പോൾ സൂര്യ പെട്ടെന്ന് എന്ത് എന്നങ്ങ് ചോദിക്കുമ്പോൾ, എന്താ നീ കേട്ടില്ലേ, ഗുലാബ് ജാം നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നീ ഇവിടേക്ക് വാടാ എന്ന് പറഞ്ഞപ്പോൾ സൂര്യ ദേഷ്യത്തിലാണ് കേട്ടോ അവരെ എല്ലാവരെയും നോക്കുന്നത്. നന്ദിനി പോയ സന്തോഷം ഇവർ മധുരം കഴിച്ച് ആഘോഷിക്കുകയാണ് എന്നുള്ള കാര്യം സൂര്യയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ സൂര്യ ദേഷ്യത്തിൽ അവരെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ നേരെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് യതീന്ദ്രൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താ അച്ഛാ തനിച്ചിരിക്കുന്നത്, എന്താ അവിടെ എല്ലാവരും നല്ല ചിരിയും കളിയും സന്തോഷവും മധുരം കഴിക്കുന്ന
ചോദിക്കലും ഒക്കെ ആണല്ലോ. എന്താണ് വിഷയം? അത് നിനക്ക് മനസ്സിലായില്ലേ സൂര്യ? നന്ദിനി ഇവിടെ ഇല്ലാത്ത സന്തോഷം അവര് ആഘോഷിക്കുകയാണ്. അത് കേട്ടപ്പോൾ സൂര്യ പെട്ടെന്നങ്ങ് ഞെട്ടാണ് കേട്ടോ. അതിന് ഇത്രയ്ക്ക് സന്തോഷിക്കണോ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയണ അവർക്ക് അത്രയ്ക്കല്ലേ ബുദ്ധിയുള്ളൂ, അത് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ സൂര്യ അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമയം പത്മ പറയാണ്, കനകം നീ അവർക്ക് കൊണ്ടുപോയി ഈ ഗുലാബ് ജാം കൊണ്ടു കൊടുക്ക്. കനകം സൂര്യയുടെയും യതീന്ദ്രന്റെയും അടുത്തേക്ക് ചെന്നിട്ട് ഗുലാബ് ജാം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് യതീന്ദ്രൻ പറയണേ എനിക്ക് വേണ്ട, നീ അത് തിരിച്ചു കൊണ്ടുപോകോ എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യക്ക് കൊടുക്കുമ്പോൾ എന്നാൽ സാറെടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ സൂര്യ ദേഷ്യത്തിൽ കനകയെ നോക്കിയിട്ട് കൈകൊണ്ട് പറയണ കൊണ്ടുപോയിക്കോ എന്നുള്ളത് ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ കനകം പെട്ടെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഗുലാബ് ജാമുമായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയാണ്, നന്ദിനിയുടെ പേരിൽ ഇവരെല്ലാവരും കൂടി കെട്ടിച്ചമത്ത് കള്ളിയാണെന്നുള്ളത് വരുത്തി തീർത്തിട്ട് എന്നിട്ടിപ്പോൾ ഇവരെല്ലാവരും കൂടി സന്തോഷിക്കുന്നു. ഇവരുടെ ഈ സന്തോഷം ഞാൻ ഇപ്പം തന്നെ കെടുത്തി തരാം. ഇത് എനിക്കങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് സൂര്യ ദേഷ്യത്തിലാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് സൂര്യ മനസ്സിലൊന്ന് തീരുമാനിച്ചിട്ടാണ് ഇവരുടെ സന്തോഷം ഞാൻ ഇപ്പം തന്നെ ഇല്ലാതാക്കി തരാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് പത്മയുടെയും ഇന്ദ്രജയുടെയും വേദയുടെയും വിജയൻ്റെയും ഒക്കെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇനി നന്ദിനിയും ആരതിയും കൂടി പലിശക്ക് പൈസ വാങ്ങാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. 2 ലക്ഷം രൂപ വാങ്ങിയിട്ട് പത്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ അതും ഇനി നന്ദിനി ഒരു വലിയ കെണിയിലേക്കാണ് ചെന്ന് ചാടുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും സൂര്യ തന്നെയാണ്.